സോ വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസവും നമുക്ക് മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസവും നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിനൊപ്പം. ഇന്നൊരു ചോദ്യവും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റീസെൻ്റ് ആയിട്ട് 10th ലെവൽ എക്സാമിന് അല്ലെങ്കിൽ 10th പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യവും അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ്. ഒരിത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. ക്ലാസ്സിൻ്റെ ആരംഭത്തിലെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു കോൺകേവ് ദർപ്പണം. ഓക്കെ, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവങ്ങൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേജ് 3 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഏറ്റവും അവസാനം മാത്രം ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിൽ കിടന്നോട്ടെ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദർപ്പണങ്ങളെക്കുറിച്ചാണ്. ദർപ്പണങ്ങളിൽ ഡീറ്റെയിലായി ഏതിലേക്ക് പോകുന്നില്ല. സമതല ദർപ്പണം അങ്ങനെ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ലെവലിലോട്ടൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലടാ, ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ദർപ്പണവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 തരത്തിലാണ് ഗോളീയ ദർപ്പണങ്ങൾ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഏതൊക്കെയായിരുന്നു? കോൺകേവും കോൺവെക്സും. എന്താണ് ഈ ഗോളീയ ദർപ്പണങ്ങൾ? പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായ ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. ഓക്കെ അല്ലേ? പ്രതിപതന തലം റിഫ്ലക്റ്റിംഗ് സർഫസ് ഗോളത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ ഒരു സ്പിയറിന്റെ ഭാഗമായിട്ടുള്ള ദർപ്പണങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഗോളീയ ദർപ്പണങ്ങൾ. ഗോളീയ ദർപ്പണങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കോൺകേവ് എന്നും കോൺവെക്സ് എന്നും. സോ എന്താണ് കോൺകേവ്? പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. ഓക്കെ അല്ലടാ, പ്രതിപതന തലം അകത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൺകേവ്. എന്നാൽ പ്രതിപതന തലം പുറത്തേക്ക് തള്ളിയ ദർപ്പണങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? കോൺവെക്സ് ദർപ്പണങ്ങൾ. അപ്പോൾ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞ ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങൾ കോൺകേവ് ആണ്. പ്രതിപതന തലം പുറത്തേക്ക് തള്ളിയ ദർപ്പണങ്ങളാണ് കോൺവെക്സ്. രണ്ടും എന്ത് തന്നെ ഉണ്ടാവും? ഒരു ഗോളീയ ദർപ്പണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നൗ ആ ദർപ്പണത്തിൻ്റെ സവിശേഷതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അതിലേക്കായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു കോൺകേവ് ദർപ്പണത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇതൊരു കോൺകേവ് ദർപ്പണമാണ്. ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾ. ഓക്കെ അല്ലടാ, ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. ഒന്നുകൂടെ, ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. ഇനി ഇവൻ ഭാഗമായിട്ടുള്ള ഒരു സാങ്കല്പിക ഗോളം, നമ്മളിപ്പോൾ പറഞ്ഞു ഇവനൊരു ഗോളീയ ദർപ്പണമാണെന്ന് പറഞ്ഞു അല്ലേ? ഇവനൊരു ഇമാജിനറി സ്പിയറിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വക്രതാ കേന്ദ്രം. ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തെ വിളിക്കുന്ന പേരായിരുന്നു വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രത്തിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുഖ്യാക്ഷം. എന്തായിരുന്നു? മുഖ്യാക്ഷം. ഏറ്റവും അവസാനമായിട്ട് പറയുന്നു, വക്രതാ കേന്ദ്രത്തിനും പോളിനും ഇടയിലുള്ള ഈ അകലത്തെ നമുക്ക് വേണമെങ്കിൽ 6 എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ 6 എന്ന് മാർക്ക് ചെയ്യാം. വക്രത ആരം എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഒരു ചെറിയ ടേമോടെ നമുക്ക് വേണമെങ്കിൽ പറയാം, ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം അറിയപ്പെടുന്ന പേരാണെന്ത്? അപ്പർച്ചർ. അപ്പോൾ ഇത്രയും ടേംസ് നമുക്ക് ഒന്നുകൂടെ പോകാം. ഡെഫിനേഷനിലേക്ക് രണ്ടാമത് വരാം. എന്തായിരുന്നു പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. കോൺവെക്സിലൂടെ പാരലായിട്ട് തന്നെ പോകാം. ഇതിപ്പോൾ കോൺവെക്സ് ആണ്. ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. ഇനി ദർപ്പണം ഭാഗമായ സാങ്കല്പിക ഗോളത്തിൻ്റെ കേന്ദ്രത്തെ വിളിച്ച പേരായിരുന്നു എന്ത്? വക്രതാ കേന്ദ്രം. പോളിലൂടെയും വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ നമ്മൾ വിളിച്ച പേരാണെന്ത്? മുഖ്യാക്ഷം. വക്രതാ കേന്ദ്രത്തിനും പോളിനും ഇടയിലുള്ള അകലത്തെ നമ്മൾ 6 എന്ന് അല്ലെങ്കിൽ വക്രത ആരോ എന്ന് മാർക്ക് ചെയ്തു. ആൻഡ് ഫൈനലി പറഞ്ഞു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? അപ്പർച്ചർ എന്ന് പറയുന്ന ടേം. സോ അത്രയും ടേംസിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോകാം. എന്തൊക്കെയായിരുന്നു ആ ടേമുകളെന്ന് ഒന്നുകൂടെ നോക്കടാ. എന്തായിരുന്നു ആദ്യത്തെ ടേം? പോൾ. എന്തായിരുന്നു പോള്? ദർപ്പണത്തിൻ്റെ മധ്യബിന്ദു. കോൺകേവ് ആണെങ്കിൽ ഇതായിരിക്കുന്നു പോള്. കോൺവെക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു പോർഷനിലായിട്ട് പോൾ വരും. ഓക്കെ അല്ലേ? ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ. രണ്ടാമത് പറഞ്ഞു വക്രതാ കേന്ദ്രം. എന്തായിരുന്നു സംഗതി? ദർപ്പണം ഭാഗമായ സാങ്കല്പിക ഗോളത്തിൻ്റെ കേന്ദ്രം. ഈവൻ ഒരു ഇമാജിനറി സ്പിയർ ഉണ്ട് അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ഗോളത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തെ നമ്മൾ വിളിച്ച പേരാണെന്ത്? വക്രതാ കേന്ദ്രം. മൂന്നാമത് പറഞ്ഞു വക്രത ആരം. വക്രതാ കേന്ദ്രത്തിനും പോളിനും ഇടയിൽ അകലത്തെ വിളിച്ച പേരായിരുന്നു എന്ത്? വക്രത ആരം. ഓക്കെ അല്ലേ? വക്രതാ കേന്ദ്രത്തിനും പോളിനും ഇടയിലുള്ള അകലമാണ് വക്രത ആരം. എന്നാൽ എന്തായിരുന്നു മുഖ്യ അക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്രതാ കേന്ദ്രത്തിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന നേർരേഖ. ഓക്കെ അല്ലേ? വക്രതാ കേന്ദ്രത്തിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന നേർരേഖയായിരുന്നു എന്ത്? മുഖ്യ അക്ഷം എന്ന് പറയുന്ന സാധനം. ഇനി നൗ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഇസ് എ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇറ്റ് സെൽഫ്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പർച്ചർ. ദർപ്പണത്തിന്റെ മുഖം. ഓക്കെ അല്ലേ? ഒരു ദർപ്പണം എടുത്തു കഴിഞ്ഞാൽ അതിന് 2 സർഫസുകൾ ഉണ്ടാവും. ഒന്ന് വളരെ മിനുസമേറിയ ആ പോളിഷ്ഡ് ആയിട്ടുള്ള പ്രതലവും മറ്റൊന്ന് പരുക്കനായിട്ട് നിർമ്മിച്ച പ്രതലവും. ആ പോളിഷ്ഡ് ആയിട്ടുള്ള മിനുസമേറിയ ആ മനോഹരമായ പ്രതലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അപ്പർച്ചർ. ഓക്കെ ആണോടാ? അപ്പോൾ 5 ടേമുകൾ നമ്മൾ സെറ്റ് ആക്കുന്നു. അപ്പോൾ 5 ടേമിലേക്ക് ഒന്നുകൂടെ. ഒന്നാമത്തെ ടേം എന്തായിരുന്നു? പോളായിരുന്നു. ദർപ്പണത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ. രണ്ടാമത്തെ ടേം എന്തായിരുന്നടാ? മുഖ്യ അക്ഷം അല്ലെങ്കിൽ വക്രതാ കേന്ദ്രത്തെ പറ്റി പറയാം. ദർപ്പണം ഭാഗമായ സാങ്കല്പിക ഗോളത്തിന്റെ കേന്ദ്രം. ഓക്കെ അല്ലേ? ഇമാജിനറി സ്പിയറിന്റെ സെന്റർ അറിയപ്പെടുന്ന പേരാണ് വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രത്തിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി പറഞ്ഞു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ. വക്രതാ കേന്ദ്രത്തിനും പോളിനും ഇടയിലുള്ള അകലമാണെന്ത്? വക്രത ആരം. ആൻഡ് ഫൈനലി പറഞ്ഞു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം അറിയപ്പെടുന്ന പേരാണെന്താ? അപ്പർച്ചർ. അപ്പോൾ ഈ 5 ടേമും നീറ്റായിട്ട് ഡീസൻ്റ് ആയിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രണ്ടുപേരുടെ മുഖ്യ ഫോക്കസിനെ കുറിച്ചാണ്. ആദ്യം കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിനെ പറ്റി പറയാം. എന്തോന്നായിരുന്നു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്? കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞ ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ്. ഞാനപ്പോൾ അത് ഒന്നുകൂടെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇത് ഒരു കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ എന്നുള്ള കാര്യം നമുക്കറിയാം. വക്രതാ കേന്ദ്രം, അവന് ഏകദേശം ഒരു സെൻറ്റർ ഉണ്ട്, അതിനെ നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് വിളിച്ചു. സ്ട്രെയിറ്റ് ലൈൻ, ഈ രണ്ട് സാധനങ്ങളെയും കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ലൈനിനെ വിളിച്ച പേരാണ് എന്ത്? മുഖ്യാക്ഷം. ഇനി ഇത്തരത്തിൽ വക്രതാ കേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ മുഖ്യാക്ഷത്തിന് സമാന്തരമായിട്ടും സമീപമായിട്ടും നമുക്ക് കുറച്ച് പ്രകാശരശ്മികളെ ഇങ്ങനെ അയച്ചു നോക്കാം, പതിപ്പിച്ച് നോക്കാം. എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഫലിക്കും, ഓഫ് കോഴ്സ് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത ശേഷം ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിക്കും. ഓക്കെ അല്ലേ? ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നതായിട്ടോ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നതായിട്ടോ നമുക്ക് തോന്നും. ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് മുഖ്യ ഫോക്കസ്. അപ്പോൾ എന്തായിരുന്നു മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ. മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷമോടാ? പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം, അല്ലെങ്കിൽ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നതായി കാണാം. ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഒന്നുകൂടെ പറയാം. മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി, അടുത്തൂടെ പോകണം, സമാന്തരമായിട്ട് പാരലായിട്ട് പോകണം. എന്തിന് വിധേയമാവും? റിഫ്ലക്ഷന് വിധേയമാവും. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യാക്ഷത്തിലെ ഒരു ബിന്ദുവിലൂടെ മുഖ്യാക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായിട്ടോ അല്ലെങ്കിൽ ആ ബിന്ദുവിലൂടെ തന്നെ കടന്നു പോകുന്നതായിട്ടോ തോന്നാം. ആ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഓർമ്മിക്കേണ്ട പോയിന്റ്, കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്തായിരിക്കും എന്നറിയാമോ? റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം, മുഖ്യ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള അകലത്തെ വിളിക്കുന്ന പേരായിരുന്നു ഫോക്കസ് ദൂരം. അങ്ങനെയാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് കൂടെ ആയിരിക്കും. ശരി, അപ്പോൾ ഒന്നുകൂടെ തിയറിറ്റിക്കലായിട്ട് ഒന്നുകൂടെ സംസാരിച്ച് നോക്കാം. എന്തായിരുന്നു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്? മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ. ഓക്കെ അല്ലേ? പാരലായിട്ട് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? പ്രതിപതനത്തിന് ശേഷം, അതായത് ആഫ്റ്റർ അണ്ടർഗോയിങ് റിഫ്ലക്ഷന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം. ഓക്കെ അല്ലേ? ആ പറഞ്ഞ മുഖ്യ അക്ഷത്തിലെ ഒരു പോയിന്റിൽ ഇങ്ങനെ കൂടിച്ചേരുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്താണ്? യഥാർത്ഥമാണ്. അതുപോലെ ഫോക്കസ് ദൂരം നെഗറ്റീവുമാണ്. പരിപാടി സെറ്റ് അല്ലേ? അപ്പോൾ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് അവസാനമായിട്ടൊന്നുകൂടെ, കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? പ്രതിപതനത്തിന് ശേഷം മുഖ്യാക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം. ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരായിരുന്നു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഇനി പറഞ്ഞു ഫോക്കസ് ദൂരം നെഗറ്റീവാണ്. കേവിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ദൂരം നെഗറ്റീവാണ്. മുഖ്യ ഫോക്കസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് റിയൽ ആണ്, യഥാർത്ഥമാണ്. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. മൂവിങ് ഓൺ ടു കോൺവെക്സ് ദർപ്പണം. നമ്മൾ ഇനി പോകുന്നത് കോൺവെക്സ് ദർപ്പണത്തിലേക്കാണ്. ഇനി കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസിനെ പറ്റി പറയാനാണെങ്കിൽ അവിടെയും നമുക്കൊരു ചിത്രത്തിന്റെ സഹായം തേടാം. ഇതൊരു കോൺവെക്സ് ദർപ്പണം, കാരണം പ്രതിപതന തലം പുറത്തേക്ക് തള്ളിയതാണ്. എപ്പോഴും പ്രതിപതന തലം മാർജിനെ ഫേസ് ചെയ്ത് വേണം വയ്ക്കാൻ, കേട്ടോ. മാർജിനെ ഫേസ് ചെയ്ത് വേണം എപ്പോഴും പ്രതിപതന തലം വയ്ക്കാൻ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രതിപതന തലം പുറത്തേക്ക് തള്ളിയ ദർപ്പണമാണ്. പോള് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ അകത്ത് വക്രതാ കേന്ദ്രമൊക്കെ ഇപ്പുറത്ത് മറു സൈഡിലായിരിക്കും വരിക. ഇവിടെയും നേരത്തെ അയച്ചതുപോലെ തന്നെ സമീപവും സമാന്തരമായി ഞാൻ കുറച്ച് പ്രകാശരശ്മികളെ അയക്കുന്നു. മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരമായി പ്രകാശരശ്മികളെ പതിപ്പിക്കുന്നു. ഇവൻ്റെ ആകൃതി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് തട്ടി എങ്ങോട്ടായിരിക്കും പോവുക? പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ? അതിൻ്റെ ഒരു ഷേപ്പ്, പെക്യുലർ ആയിട്ടുള്ള ഷേപ്പ് വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ആയ സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഒരു ഫോക്കസ് ഒന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, പുറകിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് തോന്നി, മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതായി തോന്നി. ശരിക്കുമല്ല, തോന്നിയതാണ്. അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻ ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തോന്നിയ പോയിന്റിനെ വിളിച്ച പേര്, അല്ലെങ്കിൽ അവിടെ ഏത് പോയിന്റിൽ നിന്നാണോ ആരംഭിച്ചത് ആ പോയിന്റിനെ ഞാൻ വിളിക്കാൻ പോകുന്ന പേരാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. അപ്പോൾ ഒന്നുകൂടെ പോവാം. മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ. മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? പ്രതിപതനത്തിന് ശേഷം, ആഫ്റ്റർ അണ്ടർഗോയിങ് റിഫ്ലക്ഷൻ, അപ്പിയേഴ്സ് ടു എമർജ് ഫ്രം എ പോയിന്റ്. എവിടുന്ന? ദർപ്പണത്തിന് പുറകിലെ ഒരു പോയിന്റിൽ നിന്ന്, ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതായി തോന്നും. ഓക്കെ, appears to emerge from a point on the principal axis behind the mirror. ദർപ്പണത്തിന് പുറകിലെ മുഖ്യാക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതായി തോന്നും. ആ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? മിഥ്യയുമായിരിക്കും. കാരണം കോൺകേവിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല, യഥാർത്ഥമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോൺവെക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നു മിഥ്യ. അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവൻ. ഓക്കെ അല്ലേ? ഒന്ന് ഡീസൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൂടെ വരുന്നവനാണ്.
അഗൈൻ അവിടെ വേണമെങ്കിൽ ഒരു കണക്ഷൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. കോൺകേവ്, കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഗുഹയാണ് അല്ലേ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹയല്ലേ, ഗുഹ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്കല്ലേ കയറാറ്, അപ്പോൾ അകത്തേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ്, പ്രതിപതന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ് കോൺകേവ്. 2 കയറിൽ നിന്ന് തന്നെ ഇരിക്കട്ടെ, എടാ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഒന്നും ആയിരിക്കില്ല, അവിടെ നമ്മൾ കാത്തിരിക്കുന്നത് ഇരുട്ടും അല്ലെങ്കിൽ മറ്റേ മാറാലയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പം നെഗറ്റിവിറ്റിയാണ്, കേവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. കണക്ഷൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് വിൽ ബി നെഗറ്റീവ്. ആൻഡ് ഫൈനലി പറഞ്ഞു കോൺകേവ്, ഈ കേവ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥമല്ലേ അല്ലേ, കേവ് എന്ന് പറയുന്നത് യഥാർത്ഥമാണ്, റിയൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ കോൺകേവിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് റിയൽ ആണ്. വേണമെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് ഒരു ചെറിയ കണക്ഷനോട് വയ്ക്കാം. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിയുന്ന ദർപ്പണം കോൺകേവ് ആണ്. ഓക്കെ അല്ലേ, കേവ് യഥാർത്ഥമാണ്. അപ്പോൾ ആ ഒരു യഥാർത്ഥം കണക്ഷൻ ഇട്ട് തന്നെ നമുക്ക് പറയാം. ഒന്നാമത്തെ കണക്ഷൻ എന്തായിരുന്നാ, യഥാർത്ഥമായതുകൊണ്ട് തന്നെ ഫോക്കസ് ദൂരം യഥാർത്ഥമാണ്. ഓക്കെ അല്ലേ, ഫോക്കസ് ദൂരം യഥാർത്ഥം. രണ്ടാമത് പറഞ്ഞു റിയൽ ഇമേജ്, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ദർപ്പണമാണ് ആര്? കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. സോ ലിസൺ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ദർപ്പണത്തിൻ്റെ ടേംസ് ആണ് നമ്മൾ സംസാരിച്ചത്. പോൾ എന്തായിരുന്നാ? ദർപ്പണത്തിൻ്റെ മധ്യബിന്ദു. എന്തായിരുന്നു? വക്രതാകാരം, വക്രതാ കേന്ദ്രം, ദർപ്പണം ഭാഗമായ ഇമാജിനറി സ്പിയർ, സാങ്കല്പിക ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രത്തിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ വിളിച്ച പേരാണെന്ത്? മുഖ്യ അക്ഷം. വക്രതാ കേന്ദ്രത്തിനും പോളിനും ഇടയിലുള്ള അകലമാണെന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ R എന്ന് പറയുന്ന അകലം. അവസാനം പറഞ്ഞു അപ്പർച്ചർ, ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം, മുഖം അറിയപ്പെടുന്ന പേരാണെന്ത്? അപ്പർച്ചർ. ഇനി കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ഫോക്കസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. എന്താണ്, അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. ഇതാണ് കോൺകേവ് ദർപ്പണം അല്ലേ, പ്രതിപതന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങൾ. സമീപവും സമാന്തരവും, മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുന്നതായി കാണാം. ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരായിരുന്നു മുഖ്യ ഫോക്കസ്. ആരുടെ? കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. രണ്ടാമത് പറഞ്ഞു കോൺവെക്സിന്റെ, സമീപവും സമാന്തരമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിനു ശേഷം? പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിന് പുറകിലെ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതായി തോന്നും. ഓക്കെ അല്ലേ, കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിഫലനത്തിന് ശേഷം ദർപ്പണത്തിന് പുറകിലെ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതായി തോന്നും. കണക്ഷൻ പറഞ്ഞാൽ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്, കാരണം മറ്റേടത്ത് യഥാർത്ഥമാണ്. ഇനി പറഞ്ഞു ഫോക്കസ് ദൂരം എന്തുവാണ്? നെഗറ്റീവ് അല്ലടാ, പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ, പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചേക്കുക. ഓക്കെ അല്ലേ, അവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു കണക്ഷൻ മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. കേവ് നെഗറ്റീവ്, അപ്പോൾ കോൺവെക്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. നൗ ലിസൺ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ. ബിഫോർ മൂവിങ് ഓൺ ടു ദാറ്റ് തിങ്, നമ്മൾ പ്രതിബിംബ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സെർട്ടൻ നിയമങ്ങൾ മാത്രം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണേ. ഒന്നാമത്തെ നിയമം ഇതാണ്: ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ, അതായത് വേറെ ഒന്നുമില്ല, 4 സെറ്റ് റൂൾസ് മാത്രം. ഒന്നാമത്തെ നിയമം ഇതാണ്. ഇതിപ്പോൾ ഒരു കോൺകേവ് ദർപ്പണമാണെന്ന് കരുതുക. പോൾ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം, വക്രതാ കേന്ദ്രം മാർക്ക് ചെയ്യാൻ അറിയാം, ശരി, മുഖ്യ അക്ഷം വരയ്ക്കാനും അറിയാം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് കൃത്യം മിഡ് പോയിന്റിൽ വരുന്ന അടുത്ത ആളാണ് ആര്? എഫ്. സോ ഈ പറഞ്ഞ 3 സാധനങ്ങൾ നിങ്ങൾക്കിപ്പം നിലവിലറിയാം. സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മി, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം ഫോക്കസിലൂടെ കടന്നുപോകും. ആദ്യത്തെ റൂള്, സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ നിയമം കോൺകേവ് തന്നെടാ, കോൺകേവിൻ്റെ അകത്ത് നമ്മൾ പറയുന്നു ഫോക്കസിലൂടെ. അതിപ്പോൾ കോൺവെക്സ് ആയാലും ഇത് തന്നെയാണ്, മാറ്റമില്ലേ. കോൺവെക്സിൻ്റെ ഫോക്കസിലൂടെ കടന്നു പോകുന്നൊരു പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം സമാന്തരമായി തിരിച്ചു വരും. ഇവിടെ പോയതിൻ്റെ നേരെ റിവേഴ്സ്, അത്രയേ ഉള്ളൂ. സമാന്തരമായിട്ട് പോയാൽ തട്ടിയതിന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും, ഫോക്കസിലൂടെ പോയാൽ തട്ടിയതിന് ശേഷം പാരലായിട്ട് സമാന്തരമായിട്ട് തിരിച്ചു വരും. മൂന്നാമത്തെ സാധനമായിട്ട് പറഞ്ഞിടാ, മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞു, ഇത് പോള്, ഫോക്കസ് അല്ലെങ്കിൽ സി, ഇതൊക്കെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രത്തിലൂടെ പോകുന്ന ഒരു പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം അതേ പാതയിൽ തന്നെ പിന്തുടരും, അല്ലെങ്കിൽ അതേ പാതയിൽ തന്നെ എന്ത് ചെയ്യും? പ്രതിഫലിക്കും. അങ്ങോട്ട് പോയാൽ അതേ പാതയിൽ തന്നെ തട്ടി തിരികെ വരും എന്നുള്ളതാണ് മൂന്നാമത്തെ നിയമം. ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ പറയുന്നതാ, പോളിലേക്ക് ഒരു നിശ്ചിത കോണളവിൽ ചെന്ന് പതിക്കുന്നവൻ അതേ കോണളവിൽ തന്നെ തട്ടി തിരികെ വരും. അതായത് ഈ കോണും പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. 4 സെറ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ 4 സെറ്റ് നിയമങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാറ്. ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിബിംബ രൂപീകരണമൊക്കെ നമ്മൾ പറയുന്നത്. എനിവേ, ആ 4 നിയമങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കടാ. പാരലായിട്ട് വരുന്നവൻ തട്ടിയതിന് ശേഷം ഏത് വഴി പോവും? ഫോക്കസിലൂടെ പോകും. സമാന്തരമായി വരുന്നവൻ പ്രതിപതനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഫോക്കസിലൂടെ പോകുന്നവനാണെങ്കിലോ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നവൻ പ്രതിപതനത്തിന് ശേഷം സമാന്തരമായി തിരികെ വരും.
ഇനി ഒരു നിശ്ചിത കോണളവിൽ പോളിലേക്ക് വന്ന് പതിച്ചവൻ അതേ കോണളവിൽ തന്നെ തട്ടി തിരികെ പോവും അല്ലേ, അതേ കോണളവ് മേക്ക് ചെയ്ത് തന്നെ തട്ടി തിരികെ പോവും. ഫൈനലി പറഞ്ഞു വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരുത്തൻ അതേ പാതയിൽ തന്നെ എന്ത് ചെയ്യും, പ്രതിഫലിക്കും, അതേ പാതയിൽ തന്നെ തിരികെയും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിയമങ്ങൾ. അത് നമുക്ക് ലിറ്ററലി ഒന്നുകൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഴുതിയ സാധനങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ. ഇമാജിൻ നമ്മുടെ മറ്റേ വിഷ്വൽ മനസ്സിലേക്ക് വരണം. സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യും, പ്രതിഫലനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ആഫ്റ്റർ അണ്ടർഗോയിങ് റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദി ഫോക്കസ്. 2, മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ തട്ടിയതിനു ശേഷം പാരലായിട്ട് തിരിച്ചു വരും. തട്ടി എന്ത് ചെയ്യുന്നു, സമാന്തരമായി തിരികെ വരുന്നു. വക്രതാ കേന്ദ്രം വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളോ അതേ പാതയിൽ തന്നെ തട്ടിത്തിരികെ വരുന്നു. ഫൈനലി ദർപ്പണത്തിന്റെ പോളിലേക്ക് ഒരു നിശ്ചിത കോണളവിൽ പതിക്കുന്നവനാണെങ്കിൽ അതേ കോണളവിൽ തട്ടിത്തിരികെ വരുന്നു. ഓക്കെ അല്ല, അതേ കോണളവിൽ പ്രതിഫലിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിലുണ്ടായിരുന്നാൽ മതി. ഇത് ഒരു പ്രസ്താവനയൊക്കെ വരാൻ സാധ്യത ഉള്ള ഒരു സംഗതി ആയതുകൊണ്ട് ഇതൊന്ന് ഓർമ്മയിലുണ്ടായിരുന്നാൽ മതി. പക്ഷേ ഇതിൻ്റെ എന്താണ് സഹായത്തോടെ അല്ല നമ്മൾ റേ ഡയഗ്രാമിൻ്റെ കാര്യം അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഓബ്ജക്റ്റ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. ഇനി ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലടാ. സോ മൂവിങ് ഓൺ. ഇനി നമുക്കൊരു ടേബിളൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ നമുക്ക് നോക്കാം. എനിവേ, പ്രതിബിംബ രൂപീകരണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രതിബിംബ രൂപീകരണമാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണേ. എടാ, അതിനായിട്ട് ആദ്യം നമുക്കൊരു കോൺകേവ് ദർപ്പണം തന്നെ എടുക്കാം. ഓക്കെ അല്ലേ, കോൺകേവ് ദർപ്പണം എടുക്കാം. ഓക്കെ, ഇവിടെ തന്നെ ഒരു കോൺകേവ് ദർപ്പണം എടുക്കാം. ഈ കോൺകേവ് ദർപ്പണത്തിൽ ഞാൻ കുറച്ച് പൊസിഷൻസ് മാർക്ക് ചെയ്യുകയാണേ. ഇത് പോള്. ശേഷം എന്ത് ചെയ്യുന്നതാ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ എന്താ ഇങ്ങനെ വരച്ചു. അതിനകത്ത് ഇക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് 2 പോയിന്റ്സ് മാർക്ക് ചെയ്ത് സി എന്നും എഫ് എന്നും പേര് കൊടുക്കുന്നു. ഈ ഒരൊറ്റ ഫിഗറിൻ്റെ സഹായത്താലാണ് നമ്മളൊരു എൻ്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ, അത് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്താണ്. സോറി. ഓക്കെ, ഞാനൊന്ന് മാറ്റി വരികയാണ്. ഇതിപ്പോൾ ഒരു കോൺകേവ് ദർപ്പണം. ആ കോൺകേവ് ദർപ്പണത്തിൻ്റെ പോള് ഞാൻ മാർക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടുന്ന് തുല്യ അകലത്തിലുള്ള 2 പോയിന്റ്സിന് എഫ് എന്നും സി എന്നും പേര് കൊടുത്തു. ഞാൻ ആദ്യം വസ്തുവിനെ വയ്ക്കാൻ പോകുന്നത് വളരെ ദൂരത്താണ്, വിദൂരതയിലാണ്. ഓക്കെ അല്ലേ, വിദൂരതയിലാണ് അല്ലെങ്കിൽ അറ്റ് ഇൻഫിനിറ്റിയിലാണ്. ഇനി കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് വസ്തുവിൻ്റെ അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് സിക്ക് പുറകിലാണ്, ബിയോണ്ട് സി. ഇനി കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അതായത് വസ്തുവിൻ്റെ അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് അറ്റ് സി ആണ്. പിന്നെയും അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് എവിടെയാകൂടാ, സിക്കും എഫിനും ഇടയിലാവും. അടുത്തോ എഫിലാവും. ഏറ്റവും അവസാനം എഫിനും പിക്കും ഇടയിലും ആവും. ഇതായിരുന്നു ആ ഒരു സീക്വൽ. ആദ്യം എവിടെ വെച്ച്, വിദൂരതയിൽ വെച്ചു. പിന്നെ സിക്ക് പുറകിൽ വെച്ചു. അടുത്ത സിയിൽ വെച്ചു. പിന്നെ സിക്കും എഫിനും ഇടയിൽ വെച്ചു. അടുത്തോ എഫിൽ വെച്ചു. ഏറ്റവും അവസാനം എഫിനും ബിനും ഇടയിൽ. ഈ ഒരൊറ്റ ഫിഗർ വെച്ചിട്ട് മാത്രമായി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ടേബിൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് ഈ ടേബിളിൻ്റെ അല്ലെങ്കിൽ ടേബിളിനകത്ത് നമ്മൾ വയ്ക്കുന്നത് ആദ്യം വസ്തുവിൻ്റെ സ്ഥാനമാണ്. വസ്തുവിൻ്റെ സ്ഥാനം ഇതാണ് ഈ സീക്വൽ നമ്മളിപ്പോൾ ഉറപ്പിച്ചത്. 2 പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. ഓക്കെ അല്ലേ, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. 3 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്തായിരുന്നു, പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ. ഇത് 3 നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. ഓക്കെ അല്ലേ, ഇതായിരിക്കണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം. ഓക്കെ, പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോന്നായിട്ട് പോവാം. നിങ്ങൾ എനിക്ക് ഇത് നോക്കി ആ ഓർഡറിൽ അത്രയും സാധനങ്ങളൊന്ന് പറഞ്ഞാൽ, ആദ്യം വിദൂരത, അടുത്ത് സിക്ക് പുറകിൽ, അടുത്ത് സിയിൽ, സിക്കും എഫിനും ഇടയിൽ, എഫിൽ, അവസാനം എഫിനും പിക്കും ഇടയിൽ. ഇതിനെ ഞാനൊന്ന് ഇംഗ്ലീഷിൽ എഴുതുകയാണേ. ആദ്യം അറ്റ് ഇൻഫിനിറ്റി. ആദ്യം അറ്റ് ഇൻഫിനിറ്റി. അടുത്ത് ബിയോണ്ട് സി, സിക്ക് പുറകിലല്ലേ, ബിയോണ്ട് സി. അടുത്ത് അറ്റ് സി അല്ലേ, അടുത്ത് അറ്റ് സി. ഇനി സിക്കും എഫിനും ഇടയിൽ, അതിനെ എങ്ങനെ പറയാം, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അടുത്തോ അറ്റ് എഫ്. ഏറ്റവും അവസാനം മാത്രം, അത് മാത്രം ഒരു സെപ്പറേറ്റ് സെഷനിൽ വയ്ക്കുന്നതാ, ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. എന്തായിരുന്നു, ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. ഓക്കെ അല്ലേ, ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. സോ ഇത്രയാണ്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി അവസാനിച്ചു. സോ നോക്കാം. ഇതിനാദ്യം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടേബിളാണ്. നമ്മൾ റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം ഈ ഒരു ടേബിളിൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വരുമ്പോൾ ഇതിൻ്റെ തിരിച്ച് റിവേഴ്സിൽ എഴുതിയാൽ മാത്രം മതി. ഒന്ന് നോക്ക്. അറ്റ് ഇൻഫിനിറ്റി, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ് എന്നുള്ളതാണ് ഓർഡർ. നമ്മൾ അതിനൊന്ന് തിരിച്ചെഴുതാൻ പോവുകയാണ്. ലാസ്റ്റ് ഒരെണ്ണത്തിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട്. അതായത് അറ്റ് എഫ്, അടുത്ത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അടുത്ത് അറ്റ് സി, പിന്നെയോ ബിയോണ്ട് സി, ഏറ്റവും അവസാനം അറ്റ് ഇൻഫിനിറ്റി. കണ്ടു കാണുമല്ലോ. അതായത് എന്താ ഞാൻ ചെയ്തിരിക്കണേ, ഈ എഴുതിയ സാധനത്തിനെ തന്നെ നേരെ തിരികെ എഴുതിയപ്പോഴത്തേക്ക് ആ ടേബിളിൻ്റെ മെജോറിറ്റി ആയി കഴിഞ്ഞു. അതിന് ഒരെണ്ണം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാനാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം. അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അറ്റ് എഫ്,
ഇനി അറ്റ് എഫ് ആണെങ്കിൽ അറ്റ് ഇൻഫിനിറ്റി, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ട്. ഒന്നുകൂടെ അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അറ്റ് എഫ് ആണെങ്കിൽ അറ്റ് ഇൻഫിനിറ്റി. ബിയോണ്ട് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം അപ്പുറത്ത് ബിറ്റ്വീൻ വരും. ഇവിടെ ബിറ്റ്വീൻ വന്നതായിരുന്നു ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോൾ ബിയോണ്ട് സി ആണെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിയോണ്ട് സി ആണെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അറ്റ് സി ആണെങ്കിലോ അറ്റ് സി. ഒന്നുകൂടെ സീക്വൽ ഒന്നുകൂടെ പോടാ. അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അറ്റ് എഫ്, അപ്പോൾ അറ്റ് എഫ് ആണെങ്കിലോ അറ്റ് ഇൻഫിനിറ്റി. അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അറ്റ് എഫ് ആണെങ്കിൽ അറ്റ് ഇൻഫിനിറ്റി. ബിയോണ്ട് സി ആണെങ്കിൽ ബിയോണ്ട് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ബിറ്റ്വീൻ വരും. ബിയോണ്ട് സി ആണെങ്കിൽ അപ്പുറത്ത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോൾ ഇപ്പുറത്ത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിലോ ബിയോണ്ട് സി തന്നെ. അറ്റ് സി. ഒന്നുകൂടെ പോവാം. അറ്റ് ഇൻഫിനിറ്റി അറ്റ് എഫ്, ബിയോണ്ട് സി, ബിയോണ്ട് വന്നു, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അറ്റ് സി. പിന്നെ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിറ്റ്വീൻ വന്നു, അപ്പോൾ അപ്പുറത്ത് എന്ത് വരണം? ബിയോണ്ട് വരണം. സോ ബിയോണ്ട് സി. ആൻഡ് ഫൈനലി അറ്റ് എഫ് ആണെങ്കിൽ അറ്റ് ഇൻഫിനിറ്റി. പരിപാടി സെറ്റ് അല്ലേടാ? ഇത്രയും ക്ലിയർ അല്ലേ? ഏറ്റവും അവസാനത്തെ ടേം മാത്രം നമ്മൾ മാറ്റി എഴുതുന്നടാ ബിഹൈൻഡ് ദ മിറർ, അല്ലെങ്കിൽ ഓൺ ദി അതർ സൈഡ് എന്ന് എഴുതിയാലും മതി. ദർപ്പണത്തിന് പുറകിൽ. ഓക്കെ അല്ലടാ? ദർപ്പണത്തിന് പുറകിൽ, ഓൺ ദി അതർ സൈഡ് അല്ലെങ്കിൽ ദർപ്പണത്തിന് പുറകിൽ. ഇത് മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുന്നത്, ദർപ്പണത്തിന് പുറകിൽ. ഇനി അവസാനത്തെ കോളമാണ് ഇത്തിരിയും പ്രശ്നക്കാരൻ, സവിശേഷതകൾ. അത് പഠിക്കാനാണ് ടാസ്ക് എങ്കിൽ നമ്മളിതാ ഇവിടെ ഓവർകം ചെയ്ത് കഴിയുന്നു. ആദ്യം മുതൽ ഏറ്റവും അവസാനത്തെ ടേം ഒഴികെയുള്ള, അതായത് അവനെ മാത്രമാണ് നമ്മൾ മാറ്റി വെച്ച് പഠിച്ചിരിക്കുന്നത്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എഴുതാൻ പോകുന്നു. ആർ ഐ ആൻഡ് ആർ ഐ. എന്താണ് ഈ ആർ ഐ സൂചിപ്പിക്കുന്നടാ? റിയൽ ഇൻവെർട്ടഡ്. പ്രതിബിംബത്തിന്റെ സവിശേഷത എന്തൊക്കെയാ? റിയൽ ഇൻവെർട്ടഡ്. റിയൽ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുമായിരിക്കും? ഇൻവെർട്ടഡും ആയിരിക്കും. യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ നിർബന്ധമായിട്ടും തലകീഴും കൂടെ ആയിരിക്കും ഇവിടെ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമാണെങ്കിൽ എന്തും കൂടെയാണ്? തലകീഴും കൂടെയാണ്. തലകീഴായത്. ഓക്കെ അല്ലേ? യഥാർത്ഥമാണ്, തലകീഴായതാണ്. സോ റിയൽ ഇൻവെർട്ടഡ് ആണ്. എല്ലാ പ്രതിബിംബത്തിൻ്റെയും കോമൺ ക്യാരക്ടേഴ്സിൽ നമ്മൾ എഴുതി ആർ ഐ ആൻഡ് ആർ ഐ. ഓക്കെ അല്ലേ? എല്ലായിടത്തും നമ്മൾ ആർ ഐ എന്നാണ് എഴുതി പോയിരിക്കുന്നത്. ഇനി ഓർമ്മിക്കണം, ആദ്യത്തെ രണ്ട് കേസ് മാത്രം ഡി, ആർ ഐ ഡി. മൂന്നാമത്തെ കേസ് സെയിം അല്ലേ? അറ്റ് സി സെയിം ആയതുകൊണ്ട് അവിടെ ഞാൻ എഴുതി എസ്, സെയിം. ഇനിയുള്ള രണ്ട് കേസ് ഇ. സീക്വൽ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയേ. അതായത് ഇവിടുത്തെ പൊസിഷൻ മാത്രം നോക്കി നോക്ക്. ആർ ഐ ഡി. ആദ്യത്തെ രണ്ടെണ്ണം ആർ ഐ ഡി. അടുത്തതോ അറ്റ് സി ആണെങ്കിൽ ആർ ഐ എസ്, റിയൽ ഇൻവെർട്ടഡ്, സെയിം സൈസ്. അടുത്ത രണ്ടെണ്ണോ ആർ ഐ ഇ, റിയൽ ഇൻവെർട്ടഡ് എൻലാർജ്ഡ്. അപ്പോൾ ആർ ഐ ഇ. ഫൈനലി ഒരെണ്ണത്തിന് മാത്രം നമ്മൾ ഇപ്പോഴും അവശേഷിച്ച് വെച്ചിരിക്കുന്നു. അവനെ മാത്രം നമ്മൾ എഴുതുന്നു VEE. എന്തായിരുന്നു? VEE, വെർച്വൽ ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ്. അപ്പോൾ എത്രയും ടേംസ് മാത്രം നമുക്ക് ഒന്നുകൂടെ പോകാം. ആറും ഐയും ഞാൻ എഴുതിയ സ്ഥിതിക്ക് ബാക്കി നോക്കാം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമിനിഷ്ഡ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചെറുത്. ഓക്കെ അല്ലേ? വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം, ചെറുത്. എസ് എന്ന് പറയുന്നത് സെയിം സൈസിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? സെയിം സൈസ്, അതായത് വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് എന്ത് ചെയ്യുന്നത്? ആ എസ് എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്. ഇനി ഈ ക്യാപിറ്റൽ ഇ ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? എൻലാർജ്ഡ് എന്ന് പറയുന്ന ടേമാണ്. എൻലാർജ്ഡ്, അതായത് വസ്തുവിനേക്കാൾ വലുത്. ഓക്കെ അല്ലേ? വസ്തുവിനേക്കാൾ വലുത്. ആൻഡ് ഏറ്റവും അവസാനം ഒരു ടേം കൂടെ ഉണ്ടല്ലോടാ, ഈ വെർച്വൽ എന്ന് പറയുന്ന VE. അതും കൂടെ ഒന്ന് ഓർമ്മിച്ചോളണേ. വി ആണെങ്കിൽ ഇയും കൂടെ ആയിരിക്കും, വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റും കൂടെ ആയിരിക്കും. സോ ഈ എന്നുള്ളത് ഇറക്റ്റിനെ സൂചിപ്പിക്കും. ഇറക്റ്റ് അല്ലെങ്കിൽ നിവർന്നത്. ഓക്കെ അല്ലേ? നിവർന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കും. അപ്പോൾ ഒന്നുകൂടെ പോവാം. ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതിയല്ല മുക്കാൽ ജോലിയും കഴിഞ്ഞു. ഒന്നുകൂടെ പോവാം. നമ്മൾ ആ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ തുടങ്ങുകയാണെ. ആദ്യം അറ്റ് ഇൻഫിനിറ്റി, പിന്നെ ബിയോണ്ട് സി, അടുത്ത് അറ്റ് സി, പിന്നെ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അടുത്ത് അറ്റ് എഫ്, ഏറ്റവും അവസാനം ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. അതിൽ ആ സീക്വലിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കടാ. അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു? അറ്റ് എഫ്. അങ്ങനെയാണെങ്കിൽ അറ്റ് എഫ് ആണെങ്കിൽ അറ്റ് ഇൻഫിനിറ്റി തന്നെ. ബിയോണ്ട് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്ത് വരണം? ബിറ്റ്വീൻ വരണം. അപ്പോൾ ബിയോണ്ട് സി ആണെങ്കിൽ അപ്പുറത്ത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിലോ ബിയോണ്ട് സി. അറ്റ് സി എവിടെ തന്നെ? അറ്റ് സി തന്നെ. ഏറ്റവും അവസാനത്തെ കേസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിൽ മാത്രം, ഏറ്റവും അവസാനത്തിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിൽ മാത്രം നമ്മൾ പറയുന്നു ഇമേജ് എവിടെയായിരിക്കും? ഓൺ ദ അതർ സൈഡ്, അല്ലെങ്കിൽ ദർപ്പണത്തിന് പുറകിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ക്യാരക്ടേഴ്സ് നമ്മൾ സീക്വലിയാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം ആർ ഐ ഡി, RIS, RIE, VEE. RID എന്ന് പറഞ്ഞാൽ എന്തായിരുന്നാ? റിയൽ ഇൻവെർട്ടഡ് ഡിമിനിഷ്ഡ്. RIS എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? റിയൽ ഇൻവെർട്ടഡ് സെയിം സൈസ്, വസ്തുവിൻ്റെ അതേ വലിപ്പം. പിന്നെ RIE എന്നാണെങ്കിലോ റിയൽ ഇൻവെർട്ടഡ് എൻലാർജ്ഡ്, യഥാർത്ഥം തലകീഴായത്, വസ്തുവിനേക്കാൾ വലിപ്പമേറിയത്. VEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയായിരുന്നു? വെർച്വലാണ്, ഇറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്. വെർച്വലാണ്, ഇറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്. വസ്തു എന്തായിരുന്നു? മിഥ്യയാണ്, നിവർന്നതാണ്, വസ്തുവിനേക്കാൾ വലിപ്പമേറിയതാണ്. സോ ദിസ് വാസ് ദ ടേബിൾ. ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. കോൺകേവിൻ്റെ പ്രതിബിംബ രൂപീകരണത്തിനകത്തുള്ള ടേബിൾ വളരെ അകലെ, അതായത് നമ്മുടെ ഭാഷ അനുസരിച്ചാണെങ്കിൽ അതെന്തായിരുന്നു? അറ്റ് ഇൻഫിനിറ്റി ആണ് അല്ലേ? ഇൻഫിനിറ്റിയിലാണെങ്കിൽ എവിടെടാ? പറ. അറ്റ് എഫ്
അല്ലേ, അറ്റ് എഫ്. ഇൻഫിനിറ്റിയിലാണെങ്കിൽ അറ്റ് എഫ്. സിക്ക് അപ്പുറം, അതായത് നമ്മുടെ ഭാഷയ്ക്ക് അനുസരിച്ച് ബിയോണ്ട് സി അല്ലേ, ബിയോണ്ട് സി. ബിയോണ്ട് സി ആണെങ്കിൽ എന്തായിരിക്കും, എവിടെ ആയിരിക്കും? ബിയോണ്ട് എന്നൊരു വാക്ക് വന്നു, അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിയിൽ, അതായത് നമ്മുടെ ഭാഷ അനുസരിച്ച് അറ്റ് സി, അപ്പോൾ ഇവിടെ എന്ത് തന്നെ, അറ്റ് സി. പിന്നെയോ സിക്കും എഫിനും ഇടയിൽ, അതായത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലേ, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ എന്നൊരു വാക്ക് വന്നടേ, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് എന്ത് വരണം? ബിയോണ്ട് വരണം അല്ലേ, ബിയോണ്ട് സി. ഇനി എഫിൽ, അതായത് അറ്റ് എഫ്. അറ്റ് എഫ് ആണെങ്കിൽ നമുക്കറിയാടേ അറ്റ് ഇൻഫിനിറ്റി. ഇനി നമുക്ക് പറഞ്ഞു തരണോ? വേണ്ട അല്ലേ, അറ്റ് ഇൻഫിനിറ്റി. ശരി, എഫിനും പിക്കും ഇടയിൽ അവസാനത്തെ കേസ്, മറ്റേ മാറ്റി വെച്ച കേസ്, ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. ബിറ്റ്വീൻ എഫ് ആൻഡ് ബി ആയിരിക്കും, എവിടെ ആയിരിക്കും? അപ്പുറത്തെ സൈഡിൽ, ഓൺ ദി അതർ സൈഡ്, അല്ലെങ്കിൽ ദർപ്പണത്തിന് മറുവശത്ത്, ദർപ്പണത്തിന് പുറകിൽ എന്ന് എഴുതിയാലും മതി. ദർപ്പണത്തിന് പുറകിൽ. ഓക്കെ അല്ലടാ, ദർപ്പണത്തിന് പുറകിൽ. ഇനി ക്യാരക്ടേഴ്സ് എഴുതാനാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. കാരണം എന്താ, ഒറ്റ സീക്വലിലാണ് നമ്മൾ എഴുതി പോയത്. എന്തായിരുന്നു ക്യാരക്ടർ? RID, RIS, പിന്നെ RIE ആൻഡ് VEE. ഓക്കെ ആണോ? ഇവിടെ RID സ്റ്റാൻഡ്സ് ഫോർ റിയൽ ഇൻവെർട്ടഡ് ഡിമിനിഷ്ഡ്, അതായത് യഥാർത്ഥം തലകീഴായത് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം. RID അല്ലെങ്കിൽ RIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? യഥാർത്ഥം തലകീഴായത് വസ്തുവിൻ്റെ അതേ വലിപ്പം. RIE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? യഥാർത്ഥം തലകീഴായത് വസ്തുവിനേക്കാൾ വലിപ്പമേറിയത്. ആൻഡ് ഫൈനലി VEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മിഥ്യയാണ്, നിവർന്നതാണ്, വസ്തുവിനേക്കാൾ വലിപ്പമേറിയതാണ്. സോ ഇതായിരുന്നു പ്രതിബിംബ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഗതി. ഇനി അതുമായിട്ട് ചേർത്ത് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, എടാ ഇതിപ്പോൾ കോൺകേവിൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിലും കോൺവെക്സിനകത്ത് വസ്തുവിൻ്റെ സ്ഥാനം എവിടെയോ ആയിക്കോട്ടെ, വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായാലും നിവർന്നതും ചെറുതുമായ പ്രതിബിംബമായിരിക്കും ഉണ്ടാവുക. ഇനി വസ്തുവിൻ്റെ അല്ലെങ്കിൽ പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഫിനും പിക്കും ഇടയിലായിരിക്കും. കോൺവെക്സിലാണെങ്കിൽ എവിടെയായാലും വസ്തുവിൻ്റെ സ്ഥാനം എവിടെയോ ആയിക്കോട്ടെ, പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും, മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും. ഇനി ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത VED എന്ന് പഠിച്ചു വെച്ചേക്കുക. VED അപ്പോൾ എന്തായിരിക്കും? വെർച്വൽ, എറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. മിഥ്യയാണെങ്കിൽ ഉറപ്പിച്ചോ അത് നിവർന്ന പ്രതിബിംബം. മിഥ്യ, നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത്. ഓക്കെ അല്ലേ, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം. VED എന്ന് ഓർമ്മിച്ചാൽ മതി. ഇനി നമുക്ക് ഇന്നത്തെ എന്തായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഘോരഘോരം വിളിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. എനിവേ ഇത്രയായിരുന്നു എന്തായിരുന്നു ഗോളീയ ദർപ്പണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ ആ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എങ്കിലും എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ ചോദ്യം, ഓക്കെ, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെ? എഫിനും പിക്കും ഇടയിൽ. ഞാൻ ഓപ്ഷനിലേക്ക് പോലും പോകുന്നില്ല, നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് മാത്രം വന്നാൽ മതി. ഞാൻ വേണമെങ്കിൽ ആ ദർപ്പണം വരച്ചു തരാം. കോൺകേവ് ആണ്. കോൺകേവിൻ്റെ പി നമുക്ക് മാർക്ക് ചെയ്യാൻ അറിയാം, എഫ് മാർക്ക് ചെയ്യാൻ അറിയാം, സിയും മാർക്ക് ചെയ്യാൻ അറിയാം. വസ്തുവിൻ്റെ സ്ഥാനം എഫിനും പിക്കും ഇടയിൽ, അതായത് നമ്മുടെ കേസ് അനുസരിച്ച് ഏറ്റവും അവസാനം അല്ലേ, അറ്റ് ഇൻഫിനിറ്റി, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്. ഏറ്റവും അവസാനത്തെ കേസ്, അതായത് ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. നമ്മളിപ്പോൾ അവിടെ എഴുതി വെച്ചതേ ഉള്ളടാ VEE. എന്തൊക്കെയാ? മിഥ്യയാണ്. മിഥ്യയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തുമായിരിക്കും? നിവർന്നതായിരിക്കും. പിന്നെ എന്തും കൂടെ ആയിരിക്കും ഇവിടെ? വസ്തുവിനേക്കാൾ വലുത്, വസ്തുവിനേക്കാൾ വലിപ്പമേറിയത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതായത് നമ്മളിപ്പോൾ എത്തിയത് ഉത്തരത്തിൽ നിന്ന് ഓപ്ഷനിലേക്കാണ്, അല്ലാതെ ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്കല്ല. അവിടെ കൺഫ്യൂഷൻ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറേ സാധനങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത്. എനിവേ, മിഥ്യ, വസ്തുവിനേക്കാൾ ചെറുത് നിവർന്നത്, ശരിയാണോ? തെറ്റ്. വസ്തുവിനേക്കാൾ വലുത് നിവർന്നത് യഥാർത്ഥം. ഒരിക്കലും ആ കോമ്പിനേഷനേ വരൂല അല്ലേ, നിവർന്നത് യഥാർത്ഥം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനേ വരൂല. നിവർന്നത് വസ്തുവിനേക്കാൾ ചെറുത് യഥാർത്ഥം വരൂല. ഏറ്റവും അവസാനം വസ്തുവിനേക്കാൾ വലുത്, ശരിയാ, വസ്തുവിനേക്കാൾ വലുതാണ്. ഇനി മിഥ്യയാണ്, പിന്നെ നിവർന്നതുമാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതായിരുന്നു ചോദ്യത്തിൻ്റെ ഉത്തരം. ഇതൊരു ടേബിൾ ഫോർമാറ്റിലേക്ക് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എന്താണ് റേ ഡയഗ്രാം ഒക്കെ വരച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇനി അതിൽ കൂടുതൽ വേറെ ആഡ് ഓണും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ എന്താണ് ഒന്നുകൂടെ 1-2 തവണ കൂടെ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഇനി ഉപയോഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. എനിവേ, കാര്യം നന്നായി മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. എന്ത് തന്നെയാലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക, കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എനിവേ, ഹോപ്പ് വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ടാറ്റ.